ഹായ് കൂട്ടുകാരെ, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 5ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ക്രിസ്മസ് എക്സാം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാലോ. ആക്ടിവിറ്റി 1 കോൺവെർസേഷൻ. When Daddy saw Michael sitting alone on the steps, he went near him and talked to him. What will be the conversation between Michael and his father? അപ്പം എന്താ പറഞ്ഞിരിക്കുന്നേ? മൈക്കിൾ ഒറ്റയ്ക്ക് സ്റ്റെപ്പിൽ ഇരിക്കുന്നത് കണ്ടപ്പോൾ അവൻ്റെ അച്ഛൻ അടുത്ത് വന്നിരുന്ന് സംസാരിച്ചു. മൈക്കിളും അവൻ്റെ അച്ഛനും തമ്മിലുള്ള സംഭാഷണം എന്തായിരിക്കും? നമുക്ക് കോൺവെർസേഷൻ നോക്കാം. ഡാഡ്, വാട്ട്സ് റോങ് ഡിയർ? എന്തു പറ്റി? മൈക്കിൾ, ഡാഡ്, ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. ഐ ഫോളോഡ് മമ്മാസ് അഡ്വൈസ് ബട്ട് ഐ സ്റ്റിൽ ഡിഡിൻറ്റ് ഗ്രോ ടോളർ. അച്ഛാ, എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ അമ്മയുടെ ഉപദേശം പാലിച്ചു, പക്ഷേ ഞാൻ ഇപ്പോഴും ഉയരത്തിൽ വളർന്നില്ല. ഡാഡ്, ഐ നോ മൈക്കിൾ, ബട്ട് റിമെമ്പർ, ബീയിങ് ടോൾ ഈസ് ദ ഓൺലി തിങ് ദാറ്റ് മേക്സ് യു എ ഗ്രേറ്റ് പ്ലെയർ. അപ്പം എന്താ അച്ഛൻ പറഞ്ഞേ? എനിക്കറിയാം മൈക്കിൾ, എന്നാൽ നീ ഓർക്കുക, ഉയരം മാത്രമല്ല നിന്നെ മികച്ച കളിക്കാരനാക്കുന്നത്. മൈക്കിൾ, ബട്ട് ഇഫ് ഐ വേർ ടോളർ ഐ കുഡ് ഹെൽപ്പ് അവർ ടീം വിൻ മോർ ഗെയിംസ്. എനിക്ക് ഉയരമുണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ ടീമിനെ കൂടുതൽ ഗെയിമുകൾ ജയിക്കാൻ എനിക്ക് സഹായിക്കാമായിരുന്നു. ഡാഡ്, ദാറ്റ്സ് ട്രൂ, ബട്ട് വാട്ട് റിയലി മാറ്റേഴ്സ് ഇസ് പ്രാക്ടീസ് ആൻഡ് ഡിറ്റർമിനേഷൻ. യു ഹാവ് ദ ടാലൻറ്റ് ഇൻസൈഡ് യു. അപ്പം എന്താ അച്ഛൻ പറഞ്ഞേ? അത് ശരിയാണ്, എന്നാൽ പ്രായോഗികവും നിശ്ചയദാർഢ്യവുമാണ് ശരിക്കും പ്രധാനം. നിന്റെ ഉള്ളിൽ ആ കഴിവുണ്ട്. മൈക്കിൾ, സോ യു ആർ സേയിങ് ഐ ഡോണ്ട് നീഡ് ടു ബി ടോൾ ടു ബി ഗുഡ് അറ്റ് ബാസ്കറ്റ് ബോൾ. മൈക്കിൾ, അപ്പോൾ ബാസ്കറ്റ് ബോളിൽ മിടുക്കനാവാൻ എനിക്ക് ഉയരം ആവശ്യമില്ലാണ് എന്നാണോ അച്ഛൻ പറയുന്നത്? ഡാഡ്, എക്സാക്ട്ലി. കീപ് പ്രാക്ടീസിങ് ആൻഡ് ഓൾവേസ് ഡു യുവർ ബെസ്റ്റ്. ദാറ്റ്സ് വാട്ട് മേക്സ് എ റിയൽ വിന്നർ. കൃത്യമായി പരിശീലിക്കുന്നത് നീ തുടരുക. എല്ലായ്പ്പോഴും നിന്റെ കഴിവിനൊത്ത് നീ പരിശ്രമിക്കുക. അതാണ് യഥാർത്ഥ വിജയിയെ ഉണ്ടാക്കുന്നത്. Next question. Michael's team won the game. He was very happy. He wrote his feelings in his diary. What would be his diary entry? മൈക്കിളിൻ്റെ ടീം കളി ജയിച്ചു. അവൻ സന്തോഷവാനായിരുന്നു. അവൻ തൻ്റെ അനുഭവങ്ങൾ ഡയറിയിൽ എഴുതി. എന്തായിരുന്നു അവൻ എഴുതിയത്? അപ്പം എന്തായിരിക്കും? ആദ്യം ഡയറി എഴുതുമ്പോൾ ഡേറ്റും ദിവസമല്ലേ എഴുതുക. Today was an amazing day. My team won the game and I couldn't be happier. We worked so hard during practice and all our efforts really paid off. When the final buzzer sounded, I felt so proud of my teammates and myself. It was such an exciting moment. അപ്പം എന്താ പറഞ്ഞിരിക്കുന്നേ? ഇന്ന് ഒരു നല്ലൊരു ദിവസമായിരുന്നു അല്ലേ? എൻ്റെ ടീം ഗെയിം വിജയിച്ചു. എനിക്ക് സന്തോഷവാനായിരിക്കാൻ കഴിഞ്ഞില്ല. പരിശീലന സമയത്ത് ഞങ്ങൾ വളരെ കഠിനാധ്വാനം ചെയ്തു. ഞങ്ങളുടെ എല്ലാ ശ്രമങ്ങളും ശരിക്കും ഫലം കണ്ടു. അവസാന ബസർ മുഴങ്ങിയപ്പോൾ എൻ്റെ ടീമംഗങ്ങളെയും എന്നെയും കുറിച്ച് എനിക്ക് അഭിമാനം തോന്നി. അത് വളരെ ആവേശകരമായ ഒരു നിമിഷമായിരുന്നു. After the game, I took some time to write down my feelings. Winning feels incredible, but what made it even better was sharing the victory with my friends. I can't wait for our next game. I hope we can keep this winning streak going. അപ്പം എന്താ പറഞ്ഞിരിക്കുന്നത്? കളി കഴിഞ്ഞ് എൻ്റെ ഫീലിങ്സ് എഴുതാൻ ഞാൻ കുറച്ച് സമയമെടുത്തു. വിജയിക്കുന്നത് അവിശ്വസനീയമായി തോന്നുന്നു, പക്ഷേ അതിനെ കൂടുതൽ മികച്ചതാക്കിയത് എൻ്റെ സുഹൃത്തുക്കളുമായി വിജയം പങ്കിട്ടതാണ്. ഞങ്ങളുടെ അടുത്ത ഗെയിമിനായി എനിക്ക് കാത്തിരിക്കാനാവില്ല. ഈ വിജയ പരമ്പര തുടരാൻ നമുക്ക് കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നെക്സ്റ്റ് ആക്ടിവിറ്റി 2 പ്രൊഫൈൽ റൈറ്റിംഗ്. റൈറ്റ് എ ഷോർട്ട് പ്രൊഫൈൽ ഓഫ് വൈക്കം മുഹമ്മദ് ബഷീർ ബേസ്ഡ് ഓൺ ദ ഫോളോയിങ് ഹിൻസ്. താഴെ പറയുന്ന സൂചനകളെ അടിസ്ഥാനമാക്കി വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു പ്രൊഫൈൽ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ബോൺ അബ്ദുൾ റഹ്മാൻ മുഹമ്മദ് ബഷീർ, 19 ജനുവരി 1908. തലയോലപ്പറമ്പ്. ഒക്കുപ്പേഷൻ ഓതർ, ഫ്രീഡം ഫൈറ്റർ. ലാംഗ്വേജ് മലയാളം. നോട്ടബിൾ വർക്ക് ബാല്യകാല സഖി. എൻ്റെ ഉപ്പാപ്പക്കൊരു ആനയുണ്ടായിരുന്നു. മുച്ചിട്ട് കളിക്കാരൻ്റെ മകൾ. മതിലുകൾ. നോട്ടബിൾ അവേഴ്സ് സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് 1917, കേരള സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് 1981, പത്മശ്രീ 1982, കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് ഫോർ ബെസ്റ്റ് സ്റ്റോറി 1989, മതിലുകൾ. ലളിതാംബിക അന്തർജനം അവാർഡ് 1992, മുട്ടത്ത് വർക്കി അവാർഡ് 1993,
വള്ളത്തോൾ അവാർഡ് 1993, ഡയഡ് 5 ജൂലൈ 1994. നമുക്ക് ജീവചരിത്രക്കുറിപ്പ് നോക്കാം. വൈക്കം മുഹമ്മദ് ബഷീർ വാസ് ബോൺ ഓൺ 19 ജനുവരി 1908 at തലയോലപ്പറമ്പ്. He authored many novels, short stories, essays and memoirs in Malayalam. He was also a freedom fighter. ബാല്യകാല സഖി, എൻ്റെ ഉപ്പാപ്പയ്ക്കൊരു ആനയുണ്ടായിരുന്നു, മുച്ചിട്ട് കളിക്കാരൻ്റെ മകൾ, മതിലുകൾ എക്സെട്ര ആർ എ ഫ്യൂ ഓഫ് ഹിസ് notable works. He was awarded Sahitya Akademi Fellowship 1917, Kerala Sahitya Akademi Fellowship 1981, Padma Shri 1982, Kerala State Film Award for Best Story 1989, Madilukal, Lalitambika Andarjanam Award 1992, Muttattu Varki Award 1993, Vallathol Award 1993, etc. He passed away on 5th July 1994. Next, activity 3. Vaikam Muhammad Bashir, the author, visited his neighbor Rashid. On the visit, they happened to talk about the honey mango tree. Write the likely conversation between them. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? എഴുത്തുകാരൻ വൈക്കം മുഹമ്മദ് ബഷീർ തൻ്റെ അയൽവാസിയായ റഷീദിനെ സന്ദർശിച്ചു. സന്ദർശന വേളയിൽ അവർ ഹണി മാംഗോ ട്രീയെ കുറിച്ച് സംസാരിക്കാൻ ഇടയായി. അവർ തമ്മിലുള്ള സംഭാഷണം എന്തായിരിക്കും? അപ്പൊ എന്തായിരിക്കും മക്കളെ? അപ്പൊ നമുക്ക് കോൺവെർസേഷൻ നോക്കാം. ഓദർ: ഹായ് റഷീദ്. റഷീദ്: ഹായ് ബഷീർ. ഓദർ: നൈസ് ടു മീറ്റ് യു. ബഷീർ: യു ആർ മോസ്റ്റ് വെൽക്കം ടു മൈ ഹൗസ്. ഓദർ: താങ്ക് യു. റഷീദ്: ഐ വാസ് തിങ്കിങ് ഓഫ് ഗിവിംഗ് യു സം ഓഫ് അവർ മാംഗോ ഫ്രൂട്ട്. ഓദർ: ഈസ് ഇറ്റ് ഫ്രം യുവർ ഓൺ ഗാർഡൻ? റഷീദ്: യെസ്, ഇറ്റ്സ്. We brought the sapling from other place and planted it here. It was an old man, a fakir, who planted and looked after it at first. Other: it seemed that he had a great love for trees. Rashid: yes, he took great care of the sapling till the moment of his death. Other: how amazing! What happened to the old man? Where is he now? Rashid: during the last moment, he poured some of his drinking water on the withered sapling, and a little afterward he died. Other: people like him are very rare nowadays. Rashid: yes, it's true. Other: please take good care of the mango tree. Let it grow well and bear fruits for many more years. Rashid: thank you for your good words. Activity 4. At the school library, Rebecca searched for more information about the rain. What she learned alarmed her. The whole world is getting hotter and there is less rain. What would be her thoughts? സ്കൂൾ ലൈബ്രറിയിൽ റെബേക്ക മഴയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ചു. അവൾ പഠിച്ച കാര്യങ്ങൾ അവളെ ഭയപ്പെടുത്തി. ലോകം മുഴുവൻ ചൂടാകുന്നു, മഴ കുറയുന്നു. എന്തായിരിക്കും അവളുടെ ചിന്തകൾ? എന്തായിരിക്കും മക്കളെ? This intense heat is terrible. The whole world is getting hotter. That means it's getting drier and drier. No wonder our crops are failing and our animals are struggling. And what about the future? Will we even have water to drink or food to eat? What can we do to stop this from happening? Is it really just a matter of planting more trees and reducing waste? I don't know whether it's enough. What about the big factories that pollute the air? Can we really make a difference as individuals? I feel so small and powerless against this huge problem. But I know I have to do something. Maybe I can start by talking to my friends and family about it and see if we can all work together to make a change. അപ്പം എന്താ പറഞ്ഞിരിക്കുന്നത്? കടുത്ത ചൂട് ഭയങ്കരമാണല്ലേ? ലോകം മുഴുവൻ ചൂടാകുന്നു. അതിനർത്ഥം നമ്മുടെ ഭൂമി കൂടുതൽ വരണ്ടു പോകുന്നു എന്നാണ്. നമ്മുടെ വിളകൾ നശിക്കുന്നതിനും മൃഗങ്ങൾ കഷ്ടപ്പെടുന്നതിനും അതിശയിക്കാനാവില്ല. പിന്നെ ഭാവിയുടെ കാര്യമോ? നമുക്ക് കുടിക്കാൻ വെള്ളമോ കഴിക്കാൻ ഭക്ഷണമോ പോലും ലഭിക്കുമോ? ഇത് സംഭവിക്കുന്നത് തടയാൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? കൂടുതൽ മരങ്ങൾ നട്ടുപിടിപ്പിച്ച് മാലിന്യം കുറയ്ക്കുന്നതാണോ ശരിക്കും കാര്യം? വ്യക്തികൾ എന്ന നിലയിൽ നമുക്ക് യഥാർത്ഥത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കാൻ കഴിയുമോ? പക്ഷേ എനിക്കറിയാം എനിക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന്.
എൻ്റെ സുഹൃത്തുക്കളായും കുടുംബാംഗങ്ങളുമായും ഇതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് എനിക്ക് മാറ്റങ്ങൾ വരുത്താൻ കഴിയും. ഒരു മാറ്റം വരുത്താൻ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പ്രവർത്തിക്കാനാകുമോ എന്നും നമുക്ക് നോക്കാം. നെക്സ്റ്റ് ആക്ടിവിറ്റി 5 പ്ലക്കാർഡ്. പ്രിപ്പയർ എ പ്ലക്കാർഡ് അബൌട്ട് ഫോറസ്റ്റ് കൺസർവേഷൻ. സേവ് ഫോറസ്റ്റ്, സേവ് ദ ക്ലൈമറ്റ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോക്ക് ലൈക്ക് തരാനും മറക്കല്ലേ കൂട്ടുകാരെ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.